ഹലോ എവരി വൺ, വെൽക്കം ടു ക്ലോവർ ടീച്ചേഴ്സ്. ഇന്ന് നമുക്ക് ക്ലാസ് 7th ഹിന്ദിയിലെ 4th ചാപ്റ്ററായ പാനി രേ പാനി മനസ്സിലാക്കാം. പാനി വാട്ടർ, വെള്ളം. പാനി രേ പാനി വാട്ടർ ഓ വാട്ടർ. വെള്ളത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? വെള്ളമില്ലാതെ നമുക്ക് ജീവിക്കാൻ തന്നെ കഴിയില്ല. നമ്മുടെ നിത്യജീവിതത്തിൽ വെള്ളത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. നമുക്ക് ഈ ചാപ്റ്റർ വായിച്ചുകൊണ്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാം. കഹാ സെ ആതാ ഹെ ഹമാരാ പാനി ഓർ ഫിർ കഹാ ചലാ ജാതാ ഹെ ഹമാരാ പാനി. എവിടെ നിന്നാണ് നമ്മുടെ വെള്ളം വരുന്നത്, പിന്നീട് എവിടേക്കാണ് വെള്ളം പോകുന്നത്, നമ്മുടെ വെള്ളം എങ്ങോട്ടാണ് പോകുന്നത്. ഹംനെ കബി ഇസ് ബാരെ മേ കുച്ച് സോച്ചാ ഹെ. നമ്മൾ എപ്പോഴെങ്കിലും ഇതേക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? सोचा तो नहीं होगा शायद, पर इस बारे में पढ़ा ज़रूर है. सोचा तो नहीं होगा शायद, ചിന്തിച്ചിട്ടൊന്നുമുണ്ടാകില്ല ഒരു പക്ഷേ. पर इस बारे में पढ़ा ज़रूर है, പക്ഷേ ഇതേക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്, തീർച്ചയായും പഠിച്ചിട്ടുണ്ട്. ज़रूर, തീർച്ചയായും. भूगोल की किताब पढ़ते समय जल चक्र जैसी बातें हमें बताई जाती है. നമ്മൾ ജിയോഗ്രഫിയുടെ ബുക്ക് വായിക്കുന്ന സമയത്ത്, ജിയോഗ്രഫി പഠിക്കുന്ന സമയത്ത് വാട്ടർ സൈക്കിളിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ജൽ ചക്ര, വാട്ടർ സൈക്കിൾ, ജേസി ബാത്തെ ഹമേ ബത്തായി ജാത്തി, അത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, നമുക്ക് പഠിപ്പിച്ച് തരുന്നുണ്ട് അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏക് സുന്ദർ സ ചിത്ര ബി ഹോത്താ ഹെ ഈസ് പാഠ് കെ സാത്ത്. ഒരു മനോഹരമായ, ഒരു ഭംഗിയുള്ള പിക്ചറുമുണ്ട് ഈ പാഠത്തിൻ്റെ കൂടെ. ഈ പേജിൽ രണ്ട് സൈഡിലായിട്ടുള്ള പിക്ചർ നിങ്ങൾ കണ്ടില്ലേ? सूरज, समुद्र, बादल, हवा, धरती, फिर बरसात की बूंदें और लो फिर बहती हुई एक नदी और उसके किनारे बसा तुम्हारा हमारा घर, गाँव या शहर. सूरज, സൂര്യനുണ്ട്, പിന്നെ സമുദ്രമുണ്ട്, കടലുണ്ട്, ബാദൽ, ക്ലൗഡ്സ് ഉണ്ട്, ഹവ, കാറ്റ് വീശുന്നുണ്ട്, ധർത്തി, ഭൂമി, ഫിർ ബർസാത് കി ബൂന്ദെ, മഴത്തുള്ളികൾ, ഇതെല്ലാം നമുക്ക് കാണാം, ഈ പിക്ചറിൽ കാണാം. ലോ ഫിർ ബഹത്തി ഹുയി ഏക് നദി, ഒഴുകുന്ന ഒരു നദിയും കാണാം. ഓർ ഉസ്കെ കിനാരെ ബസാ തുമാര ഹമാര ഘർ, ഗാവ് യാ ഷഹർ, അതിൻ്റെ തീരത്തായിട്ട് നിലനിൽക്കുന്ന നിങ്ങളുടെ വീട്, എൻ്റെ വീട്, ഞങ്ങളുടെ വീട്, ഗ്രാമം അല്ലെങ്കിൽ പട്ടണം, ഇതെല്ലാം നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. चित्र के दूसरे भाग में यही नदी अपने चारों तरफ का पानी लेकर उसी समुद्र में मिलती दिखती है. ചിത്രത്തിൻ്റെ മറുഭാഗത്ത്, അതായത് റൈറ്റ് സൈഡിലായിട്ട് ഈ നദി തൻ്റെ 4 ഭാഗത്തു നിന്നുമുള്ള വെള്ളം ശേഖരിച്ചിട്ട്, വെള്ളം കൂട്ടിച്ചേർത്ത് ഉസി സമുദ്രമേ മിൽത്തി ദിക്തി, ഈ സമുദ്രത്തിൽ കൂടിച്ചേരുന്നു. ചിത്രമേ കുച്ച് തീർ ബി ബനെ രഹത്തെ, ഒരു ചിത്രത്തിൽ ആരോ കാണാനായിട്ട് കഴിയും. സമുദ്ര സെ ഉഠി ബാപ് ബാദൽ ബൻകർ പാനി മേ ബദൽത്തി ഹെ. ഈ സമുദ്രത്തിൽ നിന്ന് ഉയരുന്ന നീരാവി അല്ലെങ്കിൽ സ്റ്റീം ക്ലൗഡ്സായി മാറുന്നു, പിന്നീട് വെള്ളമായിട്ട് മാറുന്നു, മഴത്തുള്ളികളായിട്ട് മാറുന്നു. और फिर इन तीरों के सहारे जल की यात्रा एक तरफ से शुरू होकर समुद्र में वापस मिल जाती है. ഈ ഏരോസിൻ്റെ സഹായത്തോടു കൂടി, അതായത് സഹായത്തോടു കൂടി ജൽക്കി യാത്ര, ജലത്തിൻ്റെ യാത്ര, ഏക് തരഫ് സെ ഷുറു ഹോക്കർ, ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ട് സ്റ്റാർട്ടായിട്ട് സമുദ്രമേ വാപ്പിസ് മിൽ ജാതി, സമുദ്രത്തിൽ വീണ്ടും തിരിച്ചെത്തുന്നു, കൂടിച്ചേരുന്നു. ജൽചക്ര പൂരാ ഹോ ജാത ഹെ, ജലചക്രം കംപ്ലീറ്റ് ആവുന്നു, വാട്ടർ സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നു. അപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായത്? സൂര്യൻ്റെ ചൂട് കാരണം, സൂര്യൻ്റെ ഹീറ്റ് കാരണം നദികളിലെയും തടാകങ്ങളിലെയും, അതായത് ജലാശയങ്ങളിലെ വാട്ടർ സ്റ്റീമായിട്ട് അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നു. ഇതിനെന്താണ് പറയുന്നത്? ഇവാപ്പറേഷൻ എന്നാണ് പറയുന്നത്. അന്തരീക്ഷത്തിലെ, അതായത് വായുവിലെ സ്റ്റീം തണുക്കുകയും ഈ നീരാവി തണുക്കുകയും ജലത്തുള്ളികളായിട്ട് മാറുകയും ചെയ്യുന്നു. മേഘങ്ങൾ രൂപപ്പെടുന്നു. ഇതിന് കണ്ടൻസേഷൻ എന്നാണ് പറയുന്നത്. മേഘങ്ങൾ കൂടുതൽ ജലം സംഭരിക്കുമ്പോൾ ഈ വാട്ടർ ഡ്രോപ്സ് ഭൂമിയിലേക്ക്, മഴ, മഞ്ഞ് അല്ലെങ്കിൽ ആലിപ്പഴം, ഹെയിൽ സ്റ്റോൺ അല്ലേ, അതേ രൂപത്തിൽ പതിക്കുന്നു, ഭൂമിയിലേക്ക് പതിക്കുന്നു. ഇതിന് പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നു. റെയിൻ വാട്ടർ, അതായത് ഈ മഴവെള്ളം റിവർ, ലേക്ക്, സീ എന്നിവിടങ്ങളിലെല്ലാം, അതേപോലെ ഭൂമിക്കടിയിലും ശേഖരിക്കപ്പെടുന്നു. ഇതാണ് എക്യുമുലേഷൻ എന്ന് പറയുന്നത്.
ഈ വാട്ടർ വീണ്ടും ബാഷ്പീകരിച്ച് വാട്ടർ സൈക്കിൾ തുടരുന്നു. വീണ്ടും ഇത് സ്റ്റീമായിട്ട് മുകളിലേക്ക് ഉയരുന്നു. വീണ്ടും ഇതേപോലെ മേഘങ്ങളുണ്ടാകുന്നു, മഴ പെയ്യുന്നു, വീണ്ടും നദികളിലും പുഴകളിലുമൊക്കെ എത്തിച്ചേരുന്നു, അത് വീണ്ടും സമുദ്രത്തിൽ എത്തിച്ചേരുന്നു. അങ്ങനെ ഈ വാട്ടർ സൈക്കിൾ ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുന്നു. യേ തോ ഹുയി ജൽ ചക്ര കി കിതാബി ബാത്. ഇതാണ് വാട്ടർ സൈക്കിളിൻ്റെ പുസ്തകത്തിലെ കാര്യം, പുസ്തകത്തിൽ നിങ്ങൾ പഠിച്ച കാര്യം. പർ അബ് തോ ഹം സബ്കെ ഘറോ മേ സ്കൂൾ മേ. പക്ഷേ ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ, സ്കൂളുകളിൽ, മാതാപിതാക്കെ വിദ്യാലയമേ, പാരൻസിൻ്റെ മാതാപിതാക്കളുടെ ഓഫീസുകളിൽ, कारखानों ഫാക്ടറികളിൽ और खेतों में पानी का कुछ अजीब सा चक्कर सामने आने लगा है. ഫാക്ടറികളിലും പിന്നെ വയലുകളിൽ, ഫീൽഡ്സിലും വെള്ളത്തിൻ്റെ കുച്ച് അജീബ് സ ചക്കർ, അതായത് ഒരു വിചിത്രമായ കാര്യമാണ് മുന്നിൽ വരുന്നത്. അതായത് വെള്ളത്തിൻ്റെ ഒരു വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. നിലവുമേ അപ്പൂരെ സമയം പാനി നഹി ആത്ത. ടാപ്പുകളിൽ ഇപ്പോൾ എല്ലാ സമയങ്ങളിലും വെള്ളം വരാറില്ല. നൽ ഖോലോ തോ ഉസ്സേ പാനി കെ ബദലെ സൂ സൂ കി ആവാജ് ആനെ ലഗ്തി ഹെ. ടാപ്പ് തുറക്കുകയാണെങ്കിൽ അതിൽ നിന്നും വെള്ളത്തിന് പകരം എന്താണ് വരുന്നത്? സൂ സൂ എന്ന സൗണ്ടാണ് വരുന്നത്, അതാണ് കേൾക്കാൻ കഴിയുന്നത്. ഫാക്ടറികളിലും സ്കൂളുകളിലും ഓഫീസുകളിലുമൊക്കെ വെള്ളത്തിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ വെള്ളം അധിക സമയങ്ങളിലും ഉണ്ടാകാറില്ല. വെള്ളത്തിന് പകരം സൗണ്ട്, സൂസു എന്ന സൗണ്ടാണ് കേൾക്കുന്നത്. പാനി ആത്താ ബി ഹെ തോ ബേ വക്ത്. വെള്ളം വരികയാണെങ്കിൽ തന്നെ അത് അസമയങ്ങളിലാണ്. ബേ വക്ത് എന്ന് പറഞ്ഞാൽ അസമയം. കബി ദേർ രാത് കോ തോ കബി ബഹുത് സബേരെ. ചിലപ്പോഴൊക്കെ രാത്രി വൈകിട്ടാണ് വെള്ളം വരുന്നത്. ചിലപ്പോൾ അതിരാവിലെയുമാണ് വെള്ളം വരുന്നത്. മിട്ടി നീന്ത് ചോടുക്കർ ഘർ ഭർ കി ബാൾട്ടിയ ബർത്തൻ ഓർ ഘടെ ഭർത്തേ ഫിറോ. മിട്ടി നീന്ത് ചോടുക്കർ, അതായത് സുഖനിദ്ര ഒഴിവാക്കിയിട്ട്, സുഖമായിട്ട് ഉറങ്ങുന്ന സമയമാണ്. ആ സമയത്ത് ഉറക്കം ഒഴിവാക്കിയിട്ട് ഘർ ഭർ കി ബാൾട്ടിയ, ബക്കറ്റുകൾ, വീടുകളിലുള്ള ബക്കറ്റുകളും, ബർത്തൻ പാത്രങ്ങളും, ഓർ ഘടെ കുടങ്ങളും, അതായത് പോട്ട്സും എല്ലാം നിറച്ചു കൊണ്ടേയിരിക്കും. पानी को लेकर कभी कभी कहीं कहीं आपस में तू तू मैं भी होने लगती है. പാനി കോ ലേക്കർ, വെള്ളവുമായി ബന്ധപ്പെട്ടിട്ട് ചിലപ്പോഴൊക്കെ എവിടെയെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ആളുകൾ തമ്മിൽ തൂത്തു മേമേ ബി ഹോനെ ലഗ്തി ഹെ. തൂത്തു മേമേ എന്ന് പറഞ്ഞാൽ എന്താണ്? കഹാസുനി ജഗഡായ ആപ്പസി ലഡായി, അതായത് തമ്മിൽ വഴക്കുണ്ടാകുന്നു, കലഹങ്ങൾ ഉണ്ടാകുന്നു. रोज़ के इन झगड़े टंडों से बचने के लिए कई घरों में लोग नलों के पाइप में मोटर लगवा लेते हैं. ദിവസേനയുള്ള ഈ ജഗഡേ ടണ്ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കലഹങ്ങൾ, കഹാസുനി അല്ലെങ്കിൽ വിവാദം, ഈ ലഡായി, ഈ കലഹങ്ങളിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നു? ഘരോമേ, വീടുകളിൽ, നലോങ്കെ പൈപ്പുമേ, ഈ ടാപ്പുകളുടെ പൈപ്പുകളുമായിട്ട് മോട്ടർ ലഗ്വാലെത്തെ, അതിൽ മോട്ടർ ഘടിപ്പിക്കുന്നു. इससे कई घरों का पानी खींचकर एक ही घर में आ जाता है. ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ഒരുപാട് വീടുകളിലേക്ക് എത്തിച്ചേരേണ്ട വെള്ളം ഈ മോട്ടർ ഫിറ്റ് ചെയ്ത വീട്ടിലേക്ക് മാത്രം കൂടുതൽ കിട്ടുന്നു, അവർക്ക് മാത്രം കൂടുതൽ ഉപയോഗിക്കാൻ കഴിയുന്നു. മോട്ടർ വലിച്ചെടുക്കുന്നു. ഖീച്ച്കർ എന്ന് പറഞ്ഞാൽ വലിച്ചെടുക്കുന്നു. യഹ് തോ അപ്നെ ആസ്പാസ് കാ ഹക്ക് ചീന്നെ ജേസാ കാം ഹെ. ഇതെന്താണ്? തൻ്റെ അടുത്തുള്ളവരുടെ, അയൽപ്പക്കക്കാരുടെ അവകാശത്തെ ചീന്നെ ജേസാ കാം ഹെ, അത് കൈക്കലാക്കുന്ന പോലെയുള്ള ഒരു കാര്യമാണ്, ഒരു പ്രവൃത്തിയാണ്. ലേക്കിൻ മജ്ബൂരി മാൻകർ ഇസ് കാം കോ മുഹല്ലെ മേ കോയി ഏക് ഘർ കർ ബേട്ടെ തോ ഫിർ ഔർ കൈ ഘർ യഹി കർനെ ലഗ്തേ ഹെ. ലേക്കിൻ മജ്ബൂരി മാൻകർ, മജ്ബൂരി എന്ന് പറഞ്ഞാൽ എന്താണ്? നിസ്സഹായാവസ്ഥ. അപ്പോൾ നിസ്സഹായരായിട്ട് ചില വീട്ടുകാർ ഇസ് കാം കോ മൊഹല്ലേമേ കോയി ഏക് ഘർ, ആ മൊഹല്ലയിൽ, മൊഹല്ല എന്ന് പറഞ്ഞാൽ ആ ഏരിയ, ഒരുപാട് ആളുകൾ താമസിക്കുന്ന ആ ഏരിയയിൽ, കോളനി പോലുള്ള സ്ഥലം, അവിടെയുള്ള ഒരു വീട്ടുകാർ നിസ്സഹായരായിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ, വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് അവർ മോട്ടർ ഘടിപ്പിക്കുകയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഫിർ കൈ ഘർ യഹി കർനെ ലഗ്തേ. അപ്പോൾ ഇത് കണ്ടിട്ട് ഒരുപാട് വീട്ടുകാരും മറ്റു വീട്ടുകാരും ഇതേപോലെ തന്നെ ചെയ്യാനായിട്ട് തുടങ്ങുന്നു. പാനിക്ക് കമി ഓർ ബഡ് ജാത്തി ഹെ. അങ്ങനെ ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ കുറവ് ഉണ്ടാകുന്നു, അതായത് വെള്ളം ഇല്ലാതാകുന്നു. കമി എന്ന് പറഞ്ഞാൽ കുറവ്,
शहरों में तो अब कई चीज़ों की तरह പാനി ബി ബിക്നെ ലഗാ ഹെ. പട്ടണങ്ങളിൽ ഇപ്പോൾ മറ്റു പല സാധനങ്ങളെയും പോലെ തന്നെ വെള്ളവും വിൽക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ये कमी गांव शहरों में ही नहीं बल्कि हमारे प्रदेशों की राजधानियों में और दिल्ली, मुंबई, कोलकाता, चेन्नई और बेंगलोर जैसे बड़े शहरों में भी लोगों को भयानक कष्ट में डाल देती है. ഈ കമി, ഈ കുറവ്, വെള്ളത്തിൻ്റെ ഈ കുറവ് ഗാവ് ഷഹരോമേ ഹി നഹി, ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും മാത്രമല്ല, ബൽക്കി പക്ഷേ അതുകൂടാതെ ഹമാരെ പ്രദേശോങ്കി രാജധാനിയോമേ, നമ്മുടെ പ്രദേശങ്ങളിൽ, നമ്മുടെ ഏരിയയിലെ തലസ്ഥാനങ്ങളിൽ, ക്യാപിറ്റൽസിലും അവർ ദില്ലി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, ബാംഗ്ലൂർ തുടങ്ങിയ വലിയ പട്ടണങ്ങളിലും ഉള്ള ബി ലോകോങ്കു ഭയാനക കഷ്ടമേ ഡാൽതേത്, അവിടെയുള്ള ആളുകളെ വളരെയധികം കഷ്ടത്തിലാക്കുകയാണ് ചെയ്യുന്നത് വെള്ളത്തിൻ്റെ ഈ കുറവ്. ദേശ് കി കൈ ഹിസ്സോമേ തോ അകാൽ ജേസി ഹാലത്ത് ബൻ ജാത്തി ഹെ, രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും അകാൽ ജേസി ഹാലത്ത് ബൻ ജാത്തി ഹെ. അകാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വരൾച്ചയായിട്ട് മാറുന്നു, തീരെ വെള്ളമില്ലാത്ത അവസ്ഥയായിട്ട് മാറുന്നു. അകാൽ, വരൾച്ച. ये तो हुई गर्मी के मौसम की बात, ഇത് വേനൽക്കാലത്തെ കാര്യമാണ്, അതായത് ചൂടുകാലത്തെ, വേനൽക്കാലത്തെ കാര്യമാണ് ഈ വരൾച്ച സംഭവിക്കുന്നത്. ലേക്കിൻ ബർസാത് കെ മൗസം മേ ക്യാ ഹോത്താ ഹെ, പക്ഷേ മഴക്കാലത്ത് എന്താണ് സംഭവിക്കുന്നത്? ലോ സബ് തരഫ് പാനി ഹി ബഹനെ ലഗ്താ ഹെ, എല്ലായിടത്തും വെള്ളം തന്നെ ഒഴുകാനായിട്ട് തുടങ്ങുന്നു. ഹമാരെ തുമാരെ ഘർ, നിങ്ങളുടെയൊക്കെ, നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ, സ്കൂളുകളിൽ, സഡ്ക്കോം, റോഡുകളിൽ, റെയിൽ കി പട്ടരി എന്ന് പറഞ്ഞാൽ റെയിൽവേ ട്രാക്കുകളിൽ, പർ പാനി ഭർ ജാത്ത, ഇവിടെയൊക്കെ വെള്ളം നിറയുന്നു. ദേശ് കി കൈ ഭാഗ് ബാഡ് മേ ഡൂബ് ജാത്ത ഹെ, രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളും വെള്ളത്താൽ മുങ്ങിപ്പോകുന്നു. യഹ് ബാഡ് ന ഗാവോं को छोड़ती है और न मुंबई जैसे बड़े शहरों को, ഈ ഫ്ലഡ് ഗ്രാമങ്ങളെ ഒഴിവാക്കുന്നു. ഗ്രാമങ്ങളെ മാത്രമല്ല, മുംബൈ പോലുള്ള വലിയ പട്ടണങ്ങളെയും ഇത് ബാധിക്കുന്നു. മുംബൈ പോലുള്ള വലിയ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലുമൊക്കെ ഫ്ലഡ് ഉണ്ടാകുന്നു, വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. കുച്ച് ദിനോं के लिए सब कुछ थम जाता है, കുച്ച് ദിനോं के लिए, കുറച്ച് കാലത്തേക്ക്, അതായത് കുറച്ച് സമയത്തേക്ക് എല്ലാം നിന്നു പോകുന്നു. ധം ജാത്ത ഹെ എന്ന് പറഞ്ഞാൽ റുക്ക് ജാത്ത ഹെ, നിന്നു പോകുന്നു, സ്റ്റോപ്പായി പോകുന്നു. സബ് കുച്ച് ബഹ ജാത്ത ഹെ, എല്ലാം ഒഴുകിപ്പോകുന്നു, എല്ലാം, കൃഷിയും എല്ലാ കാര്യങ്ങളും ഒഴുകിപ്പോകുന്നു. വെള്ളപ്പൊക്കം ഉണ്ടായാൽ എല്ലാം നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ये हालात हमें बताते हैं कि पानी का बेहद कम हो जाना और पानी का बेहद ज़्यादा हो जाना, यानी अकाल और बाढ़ एक ही सिक्के के दो पहलू है. ഈ ഹാലാത്ത്, ഈ സാഹചര്യം നമുക്ക് പറഞ്ഞു തരുന്നു എന്താണ്? പാനിക്ക ബേഹദ് കം ഹോ ജാന, വെള്ളം വളരെയധികം കുറഞ്ഞു പോകുന്നത്, അതിനെന്താണ് പറയുക? വളരെയധികം കുറഞ്ഞു പോകുന്നത് അകാൽ, അതായത് വരൾച്ച. ഓർ പാനിക്ക ബേഹദ് ജ്യാദ ഹോ ജാന, വെള്ളം വളരെയധികം കൂടുന്നത്, വെള്ളപ്പൊക്കം ഉണ്ടാവുന്നത്. ബാഡ് എന്ന് പറഞ്ഞാൽ ഫ്ലഡ്, വെള്ളപ്പൊക്കം. ഏക് ഹി സിക്കയ്ക്ക് ദോ പെഹലോ ഹെ, ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണെന്നാണ് പറയുന്നത്. സിക്ക, നാണയം, പെഹലു, വശം, സൈഡ്. ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് അകാലും ബാഡും, അതായത് വെള്ളപ്പൊക്കവും വരൾച്ചയും. യദി ഹം ഇൻ ദോനോ കോ ടീക് സെ സമജ് സകെ, നമ്മൾ ഈ രണ്ട് കാര്യങ്ങളും ശരിയായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ, ഒരു സംഭാലിലേത്തോ ഇൻ കൈ സമസ്യാവോം സെ ചുട്കാര മിൽ സക്താ ഹെ, നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് കരുതുകയാണെങ്കിൽ എന്തൊക്കെയാണ്, വരൾച്ച വരാതിരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, വെള്ളപ്പൊക്കം വരാതിരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി നേടാനായിട്ട് കഴിയും, നമുക്ക് പ്രശ്നങ്ങളെ ഇല്ലാതാക്കാനായിട്ട് കഴിയും. ചുട്കാര മിൽ ജാന എന്ന് പറഞ്ഞാലാണ് മുക്തി നേടുക. ചലോ थोड़ी देर के लिए हम पानी के इस चक्कर को भूल जाए, വരൂ നമുക്ക് കുറച്ച് സമയത്തേക്ക് വെള്ളത്തിൻ്റെ ഈ പ്രശ്നത്തെയൊക്കെ മറക്കാം. അവർ യാദ് കരെ അപ്നി ഗുല്ലക്കോ, നമുക്ക് നമ്മുടെ ഗുല്ലക്കിനെ ഓർക്കാം. ഗുല്ലക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പിഗ്ഗി ബാങ്ക്, അതായത് പണക്കുറ്റി എന്ന് പറയാം, ക്യാഷ് കുടുക്ക എന്ന് പറയാം, അല്ലെങ്കിൽ ക്യാഷ് കുഞ്ചി എന്ന് പറയാം. അതിനെ നമുക്ക് ഓർക്കാം. ജബ് ബി ഹമേ കോയി പൈസ ദേത്താ ഹെ, നമുക്ക് ആരെങ്കിലും പണം നൽകുന്ന സമയത്ത്, പൈസ തരുന്ന സമയത്ത്, ഹം ഖുഷ് ഹോക്കർ, നമ്മൾ സന്തോഷത്തോടു കൂടി, ദൗഡ്കർ, ഓടിയിട്ട്, ഉസേ ജഡ് സെ അപ്പനെ ഗുല്ലക്ക് മേ ഡാൽ ദേത്തെ ഹെ, ആ പൈസ നമ്മൾ സ്പീഡിൽ
നമ്മുടെ ഗുല്ലക്കിൽ പണപ്പെട്ടിയിൽ കൊണ്ടുപോയിട്ട് ഇടുന്നു അല്ലേ. ചില കുട്ടികളെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടാകും. ഒരു കുറ്റി, പണക്കുറ്റി അല്ലെങ്കിൽ ക്യാഷിൻ്റെ കുടുക്ക ഉണ്ടാകും. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ക്യാഷ് തരുന്ന സമയത്ത് അതിൽ കൊണ്ടുപോയി ഇടും, ശേഖരിച്ച് വെക്കും. 1 रुपया 2 रुपया 5 रुपया, कभी सिक्के तो कभी छोटे बड़े नोट, सब इसमें धीरे धीरे जमा होते जाते हैं. ചിലപ്പോൾ 1 രൂപയായിരിക്കും, ചിലപ്പോൾ 2 രൂപയായിരിക്കും, 5 രൂപ 5 രൂപയായിരിക്കും, കബി സിക്കെ ചിലപ്പോൾ നാണയങ്ങളായിരിക്കും, തോ കബി ചോട്ടെ ബഡേ നോട്ട് ചെറുതും വലുതുമായ നോട്ടുകളായിരിക്കും. ഇസ്മേ ധീരെ ധീരെ ജമാ ഹോത്തെ ജാത്തെ ഇതിൽ മെല്ലെ മെല്ലെ ശേഖരിക്കപ്പെടുന്നു. ഫിർ ജബ് കബി ഹമേ കുച്ച് പൈസോं की ज़रूरत पड़ती है, പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും പൈസ ആവശ്യമായിട്ട് വരുമ്പോൾ ज़रूरत ആവശ്യം, तो इस गुल्लक की बचत का उपयोग कर लेते हैं. അപ്പോൾ എന്താണ് ചെയ്യുന്നത്, ഈ പണപ്പെട്ടിയുടെ ബച്ചത്ത് അതായത് സേവിങ്സ് നമ്മൾ ഉപയോഗിക്കുന്നു. ഈ പണപ്പെട്ടിയിലുള്ള സേവിങ്സ് ഉപയോഗിക്കുന്നു, നമുക്ക് ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കുന്നു. ഹമാരി യഹ് ധർത്തി ബി ഇസി തരഹ കി ഖൂബ് ബഡി ഗുല്ലക് ഹെ, നമ്മുടെ ഭൂമിയും നമ്മുടെ ഈ ഭൂമിയും ഇതേപോലെ ഉള്ള ഒരു വലിയ ഗുല്ലക്കാണെന്നാണ് പറയുന്നത്. ഒരു വലിയ ഗുല്ലക്കാണ്, വലിയ പിഗ്ഗി ബാങ്കാണ്. മിट्टी की बनी इस विशाल गुल्लक में പ്രകൃതി വർഷാ കെ മൗസം മേ ഖൂബ് പാനി ബർസാത്തി ഹെ, മണ്ണ് കൊണ്ടുണ്ടാക്കിയ വലിയ ഗുല്ലക്കാണ്. അപ്പോൾ ഈ വിശാലമായ ഗുല്ലക്കിൽ പ്രകൃതി വർഷാക്കിയ മൗസമ്മേ ഖൂബ് പാനി ബർസാത്തി ഹെ, അതായത് മഴക്കാലത്ത് ഒരുപാട് മഴ പെയ്യിക്കുന്നുണ്ട് പ്രകൃതി. തബ് രൂപയോം സെ ബി കൈ ഗുണ കീമത്തി ഈസ് വർഷാക്കും, രൂപയേക്കാളും ഒരുപാട് 10 മടങ്ങ് വിലപിടിപ്പുള്ള ഈ മഴവെള്ളത്തെ ഹമേ ഈസ് ബഡി ഗുല്ലക് മേ ജമാ കർ ലേന ചാഹിയെ, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഈ വലിയ ഗുല്ലക്കിൽ ശേഖരിക്കണം, ഇതിൽ കളക്ട് ചെയ്യണം. हमारे गाँव में शहर में जो छोटे बड़े तालाब झील आदि है वे धरती की गुल्लक में പാനി ഭർനെ കാ കാം കർത്തേ ഹെ, നമ്മുടെ ഗ്രാമത്തിലുള്ള അല്ലെങ്കിൽ പട്ടണത്തിലുള്ള ചോട്ടെ ബഡേ താലാബ് ചെറുതും വലുതുമായ കുളങ്ങൾ, ഝീൽ, സരോവരങ്ങൾ, ഇതെല്ലാം എന്താണ് ചെയ്യുന്നത്, ധർത്തി കി ഗുല്ലക് മേ ഈ ഭൂമിയിലെ ഈ പിഗ്ഗി ബാങ്കിൽ വെള്ളം നിറയ്ക്കാനുള്ള പ്രവൃത്തിയാണ്, ആ ജോലിയാണ് ചെയ്യുന്നത്. इनमें जमा पानी ज़मीन के नीचे छिपे जल के भंडार में धीरे धीरे रिस कर छन कर जा मिलता है. അപ്പോൾ ഈ ഇൻമേ ജമാ പാനി ഈ കുളങ്ങളിലും തടാകങ്ങളിലും ഒക്കെ ശേഖരിക്കപ്പെട്ടിട്ടുള്ള വെള്ളം ജൽ കെ ഭണ്ഡാർ മേ അതായത് ഭൂഗർഭ ജലം അതായത് മണ്ണിൻ്റെ ഭൂമിയുടെ അടിയിലേക്ക് മെല്ലെ മെല്ലെ അരിച്ചിറങ്ങി, റിസ്കർ ചനക്കർ അരിച്ചിറങ്ങിയിട്ട് കൂടിച്ചേരുന്നു, ഭൂഗർഭജലത്തിലേക്ക് കൂടിച്ചേരുന്നു, ഭൂമിക്കടിയിലേക്ക് പോകുന്നു. ഇസസെ ഹമാര ഭൂജൽ ഭണ്ഡാർ സമൃദ്ധ ഹോത്താ ജാത്താ ഹെ, ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ ഭൂജൽ ഭണ്ഡാർ നമ്മുടെ ഭൂഗർഭ ജല സംഭരണി അത് സമൃദ്ധമാകുന്നു, അതിൽ നിറയെ വെള്ളം ശേഖരിക്കപ്പെടുന്നു. പാനിക്ക യ ഖജാന ഹമേ ദിക്താ നഹി, വെള്ളത്തിൻ്റെ ഈ നിധി നമുക്ക് കാണാനായിട്ട്, ഈ ട്രഷർ നമുക്ക് കാണാനായിട്ട് കഴിയില്ല, നമ്മൾ കാണില്ല. ലേക്കിൻ ഇസി ഖജാനെ സെ ഹം ബർസാത് കാ മൗസം बीत जाने के बाद पूरे साल भर तक अपने उपयोग के लिए घर में, खेतों में, पाठशाला में पानी निकाल सकता है. പക്ഷേ ഈ നിധിയിൽ നിന്ന്, ഈ ഖജാനയിൽ നിന്നാണ് ബർസാത് കാ മൗസം ബീത് ജാനെ കെ ബാദ് മഴക്കാലം കഴിയുന്നതിന് ശേഷം പൂരേ സാൽ ഭർ തക് വർഷം മുഴുവനും അപ്പനെ ഉപയോഗിക്കലിയെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വീടുകളിലേക്കും ഫീൽഡ്സിലേക്കും സ്കൂളുകളിലേക്കും ഒക്കെ വെള്ളം ഈ ഭൂഗർഭജലമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. लेकिन एक दौर ऐसा भी आया जब हम लोग इस चिप्पे ഖജാനെ का महत्व भूल गए. പക്ഷേ ഇങ്ങനെയും ഒരു സമയം വന്നു, ഏക് ദൗർ ഇങ്ങനെയും ഒരു കാലഘട്ടം വന്നു, ജബ് ഹം ലോഗ് ഇസ് ചിപ്പെ ഖജാനെ കാ മഹത്വ ഭൂൽ ഗയെ, നമ്മൾ ഈ ഒളിഞ്ഞിരിക്കുന്ന നിധിയുടെ മഹത്വം നമ്മൾ മറന്നു പോയിരിക്കുന്നു, ഭൂമിക്കടിയിലുള്ള വെള്ളത്തിൻ്റെ മഹത്വം നമ്മൾ മറന്നു പോയിരിക്കുന്നു. और जमीन के लालच में हमने നമ്മൾ സ്ഥലത്തിന് വേണ്ടിയുള്ള അത്യാഗ്രഹം കൊണ്ട് എന്താണ് ചെയ്യുന്നത്, अपने तालाबों को कचरे से पाटकर भरकर समतल बना दिया, നമ്മുടെ കുളങ്ങളെയെല്ലാം കച്ചരെ സെ പാട്കർ കച്ചറ വേസ്റ്റ് കൊണ്ട് നിറച്ചിട്ട് സമതലമാക്കി മാറ്റിയിരിക്കുകയാണ്. देखते ही देखते इन पर तो कई मकान, कई बाजार,
സ്റ്റേഡിയം ഓർ സിനിമ ആദ്യ ഖടേ ഹോഗെ. നമ്മൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ ഇതിൽ ഒരുപാട് ബിൽഡിങ്സും മാർക്കറ്റുകളും സ്റ്റേഡിയം, സിനിമ ഹാൾ ഇതൊക്കെ അവിടെ ഉയർന്നു വന്നു. ഇസ് ബഡി ഗൽത്തി കി സസ അബ് ഹം സബ്കോ മിൽ രഹി ഹെ. ഈ വലിയ തെറ്റിൻ്റെ ശിക്ഷ നമുക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗർമിക്ക് ദിനോമേ ഹമാരെ നൽ സൂഖ് ജാത്തെ. അതുകൊണ്ടാണ് ഈ വേനൽക്കാലത്ത് നമ്മുടെ ടാപ്പെല്ലാം ഉണങ്ങിപ്പോകുന്നത്, വെള്ളം ലഭിക്കുന്നില്ല. ഓർ ബർസാത് കെ ദിനോമേ ഹമാരി ബസ്തിയ ഡൂബ്നെ ലഗ്തി ഹെ. മഴക്കാലത്ത് നമ്മുടെ കോളനികളെല്ലാം അങ്ങ് വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നു. इसीलिए यदि हमें अकाल और बाढ़ से बचना है तो अपने आसपास के जलस्रोतों की, तालाबों की और नदियों आदि की रखवाली अच्छे ढंग से करनी चाहिए. അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അകാൽ ഓർ ബാഡ് സെ ബച്ന ഹേ തോ, ഈ വരൾച്ചയിൽ നിന്നും വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷ നേടണമെങ്കിൽ അപ്പനെ ആസ്പാസ് കെ ജലസ്രോതവും കി, നമ്മുടെ അടുത്തുള്ള ജലസ്രോതസ്സുകളെ, കുളങ്ങളെ, താലാബോങ്കി കുളങ്ങളെ, ഓർ നദികളെ, ആദിക്ക് രഘ്വാലി, ഇതെല്ലാം നന്നായിട്ട് അച്ഛേ ഡെങ്സെ നല്ല രീതിയിൽ ഇത് നമ്മൾ സംരക്ഷിക്കണം. രഘ്വാലി കർണി ചെയ്ത് നമ്മൾ സംരക്ഷിക്കണം. ഈ കുളങ്ങളിലും തടാകങ്ങളിലും നദികളിലുമൊക്കെ നമ്മൾ വേസ്റ്റ് ഒന്നും കൊണ്ടുപോയി ഇടരുത്. മഴക്കാലത്ത് അതിൽ വെള്ളം നിറയാനായിട്ട്, വെള്ളം കളക്ട് ആവാനായിട്ട് നമ്മൾ അനുവദിച്ച് കൊടുക്കണം. ജലചക്ര ഹം ടീക് സെ സംജെ ജബ് ബർസാത് ഹോ തോ സെ ധാംലെ. ഈ വാട്ടർ സൈക്കിൾ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. മഴക്കാലമാകുമ്പോൾ മഴയെ നമ്മൾ ധാംലെ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ നമ്മൾ മുറുകെ പിടിക്കണം. മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞാൽ അതായത് മഴവെള്ളത്തെ നമ്മൾ കരുതണം, സംഭരിക്കണം. അപ്പന ഭൂജൽ ഭണ്ഡാർ സുരക്ഷിത് രഖെ. നമ്മുടെ ഭൂഗർഭജലത്തെ സുരക്ഷിതമായിട്ട് വയ്ക്കണം. അപ്പനി ഗുല്ലക്ക് ഭർത്തേ രഹെ. നമ്മുടെ ഗുല്ലക്ക് നിറച്ചുകൊണ്ടേയിരിക്കണം. അതായത് ഈ ഭൂമിയാകുന്ന ഗുല്ലക്ക്, ഭൂമിക്ക് അടിയിൽ വെള്ളം നിറച്ചുകൊണ്ടേയിരിക്കണം. തബി ഹമേ ജറൂരത്ത് കെ സമയ പാനിക്ക് കോയി കമി നഹി ആയേക്കി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത്യാവശ്യമുള്ള സമയത്ത് വെള്ളത്തിൻ്റെ ഒരു കുറവും ഉണ്ടാകില്ല. യദി ഹംനെ ജലചക്ര ടേക്ക് ഉപയോഗ നഹി കിയ, നമ്മൾ ഈ വാട്ടർ സൈക്കിൾ ശരിയായിട്ട് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ തോ ഹം പാനിക്ക് ചക്കർമേ ഫസ്തേ ചലേ ജായെങ്കിൽ, നമ്മൾ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളാൽ ഇങ്ങനെ കുടുങ്ങിപ്പോകും. പാനിക്ക് ചക്കർമേ ഫസ്തേ ചലേ ജായെങ്കിൽ, വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളിൽ നമ്മൾ കുടുങ്ങിപ്പോകും. ഫസ്ന എന്ന് പറഞ്ഞാൽ കുടുങ്ങുക. ആരാണ് റൈറ്റർ? അനുപം മിശ്ര. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? മഴക്കാലത്ത് ഇങ്ങനെയുള്ള ടാങ്കെല്ലാം നിർമ്മിച്ചിട്ട് അതിൽ വെള്ളം സംഭരിച്ച് വയ്ക്കാൻ കഴിയും. അതേപോലെ നദികളും തോടുകളും കുളങ്ങളുമെല്ലാം വൃത്തിയായി സൂക്ഷിക്കുക. കച്ചട വേസ്റ്റ് ഒന്നും അതിൽ നിക്ഷേപിക്കാതെ വൃത്തിയായി സൂക്ഷിക്കുക. നമുക്ക് റൈറ്ററെ പരിചയപ്പെടാം. लेखक से परिचय. अनुपम मिश्र एक प्रखर लेखक, संपादक और जाने माने पर्यावरणविद होने के साथ साथ ഛായാകാർ भी थे. പ്രഖർ ലേഖക് എന്ന് പറഞ്ഞാൽ പ്രഗത്ഭനായ എഴുത്തുകാരൻ, സമ്പാദക് എഡിറ്റർ, ജാനെ മാനെ പര്യാവരൺ വിദ് എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകൻ, ഇതെല്ലാമായിരുന്നു. അതോടൊപ്പം തന്നെ ഛായാകാർ भी थे, അതായത് ഫോട്ടോഗ്രാഫി കാ നിർദ്ദേശക്, സിനിമാറ്റോഗ്രാഫറും ആയിരുന്നു. पर्यावरण संरक्षण के क्षेत्र में उन्होंने अनेक प्रयोगात्मक कार्य किए हैं. पर्यावरण സംരക്ഷൺ അതായത് എൻവയൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ്റെ ആ ഏരിയയിൽ അദ്ദേഹം ഒരുപാട് പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. പ്രയോഗാത്മകമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, എക്സ്പെരിമെൻ്റലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആജ് ബി ഘരെ ഹെ താലാബ് ഉൻകി സർവാധിക് ചർച്ചിത് പുസ്തക് ഹെ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട പുസ്തകമാണ് ആജ് ബി ഘരെ ഹെ താലാബ്. ബ്രെയിൽ ലിപി സഹിത് ഇസ്കാ അനുവാദ് അനേക് ഭാഷാओं में हो चुका है. ബ്രെയിൽ സ്ക്രിപ്റ്റിലും ഇതിൻ്റെ ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഭാഷകൾ ഇതിൻ്റെ ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ട്. സാഫ് മാത്തേ കാ സമാജ് ഉൻകി ഏക് മഹത്വപൂർണ്ണ പുസ്തക് ഹെ. അദ്ദേഹത്തിൻ്റെ ഒരു മഹത്തരമായ പുസ്തകമാണ് സാഫ് മാത്തേ കാ സമാജ്. वे गांधी शांति प्रतिष्ठान से प्रकाशित होने वाली पत्रिका गांधी मार्ग के संस्थापक और संपादक भी थे. അദ്ദേഹം ഗാന്ധി പീസ് ഫൗണ്ടേഷനിൽ പ്രകാശിത് ഹോനെ വാലി പബ്ലിഷ് ചെയ്യുന്ന മാഗസീനായ ഗാന്ധി മാർഗിൻ്റെ സംസ്ഥാപക്, ഫൗണ്ടറും സമ്പാദക്, എഡിറ്ററുമായിരുന്നു.